Hello everyone, I am Aisha Shifana. I am going to explain Introduction to Personality Theory Part 2. Let's start our presentation. Introduction. Personality types A and B are two contrasting personality types originating from a theory developed by cardiologist Mayer, Friedman and Rosenman. Type A personalities from these theories are more competitive, better organized, more ambitious, more impatient and more aware than personalities labeled as type B. Theories: Friedman theory, Rosenman theory, Cattle-Strait theory. Friedman and Rosenman. Friedman and Rosenman have classified individuals into type A and type B personalities. Type A personality. Type A personality seem to possess high motivation, lack patience, feel short of time, be in a great hurry and feel like being always burned with work. Such people find it difficult to slow down and relax. People with the type A personality are more susceptible to problems like hypertension and coronary heart disease. The risk of developing coronary heart disease with type A personality is sometimes even greater than the risks caused by high blood pressure, high cholesterol level or smoking. Type A പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്ക് ഉയർന്ന പ്രചോദനം, ക്ഷമയില്ലായ്മ, സമയക്കുറവ്, തിരക്ക്, എപ്പോഴും ജോലിഭാരം എന്നിവയൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. അത്തരത്തിലുള്ള ആളുകൾക്ക് വേഗത കുറയ്ക്കാനും വിശ്രമിക്കാനും പ്രയാസമുള്ള കാര്യമാണ്. ടൈപ്പ് എ വ്യക്തികൾക്ക് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കൊറോണറി ഹേർട്ട് ഡിസീസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈപ്പ് എ വ്യക്തിത്വമുള്ളവർക്ക് ഈ കൊറോണറി ഹേർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ അളവ് അല്ലെങ്കിൽ പുകവലി എന്നിവ മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകളേക്കാൾ ചില മടങ്ങ് കൂടുതലാണ്. അടുത്തത് പറയാൻ പോകുന്നത് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ഓപ്പോസിറ്റ് ടു ടൈപ്പ് എ ഈസ് ദ ടൈപ്പ് ബി പേഴ്സണാലിറ്റി which can be understood as the absence of type A traits. This typology has been further extended. Type B personality refers to the more relaxed, less stress-prone behavioral pattern identified by Friedman and Rosenman. It is considered the opposite of type A, which is associated with competitiveness, urgency, aggression and a higher risk of heart disease. ഇനി അടുത്തത് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ ഓപ്പോസിറ്റാണ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഫ്രൈഡ്മാനും റോസൻമാനും തിരിച്ചറിഞ്ഞിട്ടുള്ള കൂടുതൽ വിശ്രമകരവും അതുപോലെ തന്നെ സമ്മർദ്ദം കുറഞ്ഞതുമായിട്ടുള്ള പെരുമാറ്റ രീതിയെയാണ് നമ്മൾ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മത്സരബുദ്ധി, അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി, അതുപോലെ തന്നെ ഹേർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതിനുള്ളൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കീ ട്രേറ്റ്സ് ഓഫ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് റിലാക്സ്ഡ് ആൻഡ് ഈസി ഗോയിങ്. റിലാക്സ്ഡ് ആൻഡ് ഈസി ഗോയിങ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ബി ഇൻഡിവിജ്വൽസ് tend to stay calm under pressure and handle stress well. Then second one, less competitive. They are not driven by competition or the need to win. They may enjoy success but are not obsessed with outperforming others. Then third one, patient. Unlike type A individuals who may be impatient or irritable, type B people are more tolerant and accepting. കീ ട്രേറ്റ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് റിലാക്സ്ഡ് ആൻഡ് ഈസി ഗോയിങ് എന്ന് പറയുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റീസ് ഉള്ള ആളുകൾക്ക് ശാന്തത പാലിക്കുന്ന
ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യും. ദെൻ സെക്കൻഡ് വൺ ആണ് ലെസ് കോമ്പറ്റേറ്റീവ്, അഥവാ മത്സരം കുറവാണ്. അതായത് എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ അതിൽ വിജയികളാകണമെന്നോ അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും അവരെ നയിക്കുന്നില്ല. ദെൻ തേർഡ് വൺ പേഷ്യൻറ്റ് അഥവാ രോഗി. ഇത് ടൈപ്പ് എ പേഴ്സണാലിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ അവർക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റീസിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും സഹിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയും അതുപോലെ തന്നെ സ്വീകാര്യതയൊക്കെ ഉള്ളവരായിരിക്കും. ദെൻ ഫോർത്ത് വൺ റിഫ്ലക്റ്റീവ്. ദേ ഓഫൺ ടേക്ക് ടൈം ടു തിങ്ക് തിങ്സ് ത്രൂ ആൻഡ് മേക്ക് ഡിസിഷൻസ് at a comfortable pace. Then fifth one, emotionally expressive. Type B personalities are often more in touch with their emotions and better at handling interpersonal relationships in a balanced, non-hostile way. Fourth one, reflective. Reflective എന്ന് വെച്ചാൽ ചിന്താശേഷിയുള്ളവർ. ഇവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും അവർ പലപ്പോഴും ടൈം എടുക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ഇമോഷണലി എക്സ്പ്രസീവ് അഥവാ വൈകാരികമായി പ്രകടിപ്പിക്കുന്നവർ. ടൈപ്പ് ബി പേഴ്സണാലിറ്റീസിലുള്ള പേഴ്സൺസ് പലപ്പോഴും അവരുടെ ഫീലിങ്സ് കൂടുതൽ സമ്പർക്കം പുലർത്തുന്നവരും അതുപോലെ തന്നെ അവരുടെ പരസ്പര റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനും ശത്രുത ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലും ഇവർ മികച്ചവരായിരിക്കും. നെക്സ്റ്റ്, ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ്. ഫ്രൈഡ്മാൻ ആൻഡ് റോസൻമാൻ were cardiologists and their original studies suggested that type A personalities had a higher risk of developing coronary heart disease. Type B personalities were found to be at lower risk due to their stress, resilient nature and calm demeanor. ഓക്കെ, ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ്മാനും അതുപോലെ തന്നെ റോസൻമാനും കാർഡിയോളജിസ്റ്റുകളായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്ക് കൊറോണറി ഹേർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അതുപോലെ തന്നെ സമ്മർദ്ദത്തെ ചെറുക്കുന്ന സ്വഭാവവും ശാന്തമായിട്ടുള്ള പെരുമാറ്റം കാരണം ടൈപ്പ് ബി പേഴ്സണാലിറ്റീസുകൾക്ക് അപകട സാധ്യത കുറവാണെന്ന് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ടൈപ്പ് ബി ക്യാരക്ടറിസ്റ്റിക്സ്. ലോ സ്ട്രെസ്, പേഷ്യൻസ്, ഫ്ലെക്സിബിലിറ്റി, ഇമോഷണൽ കാം. This classification was influential in linking psychological behavior to physical health outcomes, though later research has refined or challenged some aspects of the original theory. Type B characteristics മൂലം നമുക്ക് മാനസിക സ്വഭാവത്തെ ശാരീരിക ആരോഗ്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ ഈ വർഗീകരണം സ്വാധീനം ചെലുത്തിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് പുറത്തു വന്ന ഗവേഷണങ്ങൾ മൂലം ഈ സിദ്ധാന്തത്തിലെ ചില വശങ്ങളെ പരിഷ്കരിക്കുകയോ അതുപോലെ തന്നെ വെല്ലുവിളിക്കുകയോ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ടൈപ്പ് സി പേഴ്സണാലിറ്റി. മോറിസ് ഹാസ് സജസ്റ്റഡ് എ ടൈപ്പ് സി പേഴ്സണാലിറ്റി വിച്ച് ഈസ് പ്രോൺ ടു ക്യാൻസർ. ഇൻഡിവിജ്വൽ characterized by this personality are cooperative, unassertive and patient. They suppress their negative emotions. Example, anger and show compliance theory. ടൈപ്പ് സി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസറിന് സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസാണ് മോറിസ് ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ വ്യക്തിത്വത്താൽ രൂപപ്പെട്ട പേഴ്സൺസ് സഹകരണ മനോഭാവമുള്ളവരും അതുപോലെ തന്നെ ഉറച്ച നിലപാടുമുള്ളവരും ക്ഷമയുള്ളവരുമാണ് ഈ ടൈപ്പ് സി പേഴ്സണാലിറ്റിയിൽ പെടുന്നത്. അവർ അവരുടെ നെഗറ്റീവ് ഇമോഷൻസിനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസാണ് ദേഷ്യപ്പെടുന്നതും അതുപോലെ തന്നെ അനുസരണ രീതിയിലുള്ള സിദ്ധാന്തം കാണിക്കുക. ദെൻ നെക്സ്റ്റ്, ട്രൈറ്റ്സ് ഓഫ് ടൈപ്പ് സി പേഴ്സണാലിറ്റി. ഈ ടൈപ്പ് സി പേഴ്സണാലിറ്റിയുടെ ട്രൈറ്റ്സുകളാണ് ഫസ്റ്റ് വൺ, റെപ്രസസ് ഇമോഷൻസ് അതുപോലെ തന്നെ എസ്പെഷ്യലി നെഗറ്റീവ് വൺസ്. എക്സാമ്പിളാണ് ആങ്കർ. ദെൻ സെക്കൻഡ് വൺ, ഹൈലി കോപ്പറേറ്റീവ് ആൻഡ് അപ്പേസിങ്. ദെൻ തേർഡ് വൺ, പാസീവ് ആൻഡ് കൺഫോമിങ്. ദെൻ ഫോർത്ത് വൺ, അവോയ്ഡ്സ് കോൺഫ്ലിക്റ്റ്. Then last one, overly focused on others' needs at the expense of self. Then
അസോസിയേറ്റഡ് ഔട്ട്കംസ്, അതായത് ഇനീഷ്യലി തോട്ട് ടു ബി ലിങ്ക്ഡ് ടു ഇൻക്രീസ്ഡ് ക്യാൻസർ സസ്പെക്റ്റബിലിറ്റി, ബട്ട് modern research finds no solid scientific basis for this. More importantly, thus traits may correlate with poorer coping skills and higher stress levels affecting mental health. അതായത് തുടക്കത്തിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ക്യാൻസറിന് സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള ആധുനിക ഗവേഷണങ്ങൾ ഇതിനെ സ്ട്രോങ് ആക്കുന്ന ശാസ്ത്രീയ അടിത്തറകൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത് ഈ സ്വഭാവ വിശേഷങ്ങൾ മോശമായിട്ടുള്ള നേരിടൽ, അതുപോലെ തന്നെ ഉയർന്ന സമ്മർദ്ദ നിലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് എല്ലാം മാനസിക രോഗത്തെ ബാധിക്കുന്നു. ദെൻ ടൈപ്പ് ഡി പേഴ്സണാലിറ്റി introduced by Dr. Johann de Neurath in the 1990s, not Friedman and Rosenman. D stands for distrust. അതായത് 1990 ഫ്രൈഡ്മാനും അല്ല റോസൻമാനും അല്ലാത്ത ഡോക്ടർ ജോഹൻ ഡിനോറൈറ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡി സ്റ്റാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രസ്ഡ് അഥവാ ഡിപ്രഷൻ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ടൈപ്പ് ഡി പേഴ്സണാലിറ്റിയുടെ ട്രെയ്റ്റ്സുകളാണ്. നെഗറ്റീവ് അഫക്റ്റിവിറ്റി, സോഷ്യൽ ഇൻഹിബിഷൻ, strongly associated with poor cardiovascular outcomes, depression and chronic illness. Friedman and Rosenman known for type A or B, not type D. Type D defined later by Denolet, not part of the original type A or B framework. അതായത് നെഗറ്റീവ് അഫക്റ്റിവിറ്റി, അതായത് നെഗറ്റീവ് ഫീലിങ്സ് അനുഭവിക്കാനുള്ള ഒരു പ്രവണത, അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ഇടപെടൽ ഒഴിവാക്കാനോ അതുപോലെ തന്നെ വികാരങ്ങൾ സപ്രസ് ചെയ്യാനോ ഉള്ള പ്രവണത, അതുപോലെ തന്നെ നമ്മളെ ഹൃദയവുമായിട്ടുള്ള രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയുമായിട്ട് ഇത് ശക്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രൈഡ്മാനും റോസൻമാനും ഒക്കെ ഈ ടൈപ്പ് ഡി അല്ല, പകരം ടൈപ്പ് എ ഓർ ബിക്ക് പേര് കേട്ടവരാണ്. അതുപോലെ തന്നെ ടൈപ്പ് ഡി എന്ന് പറയുന്നത് ഡെനോലൈറ്റ് നിർവചിക്കുന്നു, അതായത് ഒറിജിനൽ തരം എ ഓർ ബി ഫ്രെയിം വർക്കിൻ്റെ ഭാഗമല്ല. ദെൻ നെക്സ്റ്റ് തിയറിയാണ് കാറ്റൽസ് ട്രെയ്റ്റ് അപ്രോച്ച് തിയറി. കാറ്റൽസ് ട്രെയ്റ്റ് അപ്രോച്ച് ഈസ് എ മേജർ തിയറി ഇൻ പേഴ്സണാലിറ്റി സൈക്കോളജി ഡെവലപ്ഡ് ബൈ റൈമണ്ട് ബി കാറ്റൽ, എ ബ്രിട്ടീഷ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. His work focused on identifying and measuring the basic dimensions of human personality. അതായത് കാറ്റൽസ് ട്രെയ്റ്റ് അപ്രോച്ച് തിയറിയിൽ പറയുന്നത് ഇതേ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ റൈമണ്ട് ബി കാറ്റൽ വികസിച്ചെടുത്തിട്ടുള്ള ഈ വ്യക്തിത്വ മനഃശാസ്ത്രത്തിലെ ഒരു പ്രധാന സിദ്ധാന്തമാണ് ഈ കാറ്റലിൻ്റെ സ്വഭാവ സമീപനം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന മാനങ്ങൾ തിരിച്ചറിയുന്നതിലും അതുപോലെ തന്നെ അളക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ദെൻ കീ കോൺസെപ്റ്റ് ഓഫ് കാറ്റൽസ് ട്രെയ്റ്റ് തിയറി. ട്രെയ്റ്റ് Cattell defined traits as the basic unit of personality, categorized 3 types: surface traits, observable behaviors that cluster together. Example: sociable and lively might from the surface trait of extraversion. Then source trait, underlying structures that are the root causes of surface traits, thus are the true building blocks of personality. അതായത് വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സ്വഭാവങ്ങളെ കാറ്റൽ നിർവചിച്ചിട്ടുണ്ട്. ഇത് 3 ടൈപ്സ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഉപരിതല സ്വഭാവ വിശേഷങ്ങൾ, അതായത് ഒരുമിച്ച് കൂട്ടമായിട്ട് കാണപ്പെടുന്ന നിരീക്ഷിക്കാവുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. അതിന് ഉദാഹരണമാണ് ബാഹ്യവിഷ്കാരത്തിൻ്റെ ഉപരിതല സ്വഭാവത്തിൽ നിന്നുള്ള സാമൂഹികവും സജീവവുമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. ദെൻ ഉറവിട സ്വഭാവ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉപരിതല സ്വഭാവ വിശേഷങ്ങളുടെ മൂലകരണങ്ങളായിട്ടുള്ള അടിസ്ഥാന ഘടനകൾ, അതായത് വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ നിർമ്മാണ ബ്ലോക്കുകളാണ് ഇവ സൂചിപ്പിക്കുന്നത്. ദെൻ ഡൈനാമിക് എബിലിറ്റി ആൻഡ് ടെമ്പറമെൻറ്റ് ട്രെയ്റ്റ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡൈനാമിക് ട്രെയ്റ്റ്സ്, മോട്ടിവേറ്റ് ബിഹേവിയർ. അതിന് എക്സാമ്പിളാണ് അംബിഷൻ. ദെൻ സെക്കൻഡ് വൺ എബിലിറ്റി ട്രെയ്റ്റ്സ്, റിഫ്ലക്റ്റ് പേഴ്സൺസ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അതിന് എക്സാമ്പിളാണ് ഇൻ്റലിജൻസ്. ദെൻ തേർഡ് വൺ ടെമ്പറമെൻറ്റ് ട്രെയ്റ്റ്സ്,
related to emotional style and energy levels. അതിന് എക്സാമ്പിളാണ് calm versus irritable. Then, sixth personality factors. Cattell is best known for developing the sixth personality factor questionnaire, a tool designed to measure the sixth soul's traits. He identified using factor analysis, a statistical method to find clusters of related variables. Warmth, reasoning, emotional stability, dominance, liveliness, rule, consciousness. Social boldness, sensitivity, vigilance, abstractness, privateness, apprehension, opens to change, self-reliance, പെർഫെക്ഷനിസം, ടെൻഷൻ. അതായത് ഈ 6 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അഥവാ 16 PDF എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇത് വികസിപ്പിക്കുന്നതിലൂടെയാണ് ഈ കാറ്റൽ ഏറ്റവും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഘടക വിശകലനം ഉപയോഗിച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞ 16 ഉറവിട സ്വഭാവ സവിശേഷങ്ങൾ അളക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണമാണ് ഈ ക്വസ്റ്റ്യനിയർ 16 PDF. അതുപോലെ തന്നെ ഈ വേരിയബിളുകളുടെ ക്ലസ്റ്ററുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു സ്ഥിതിവിവര കണക്ക് രീതിയും കൂടിയാണ് ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഊഷ്മളത, യുക്തിബോധം, വൈകാരിക സ്ഥിരത, അതുപോലെ തന്നെ ആധിപത്യം, ഉന്മേഷം, ഭരണബോധം, സാമൂഹിക ധൈര്യം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കൺക്ലൂഷൻ. In conclusion, the contributions of Friedman and Rosenman through their identification of type A and type B behavioral patterns provided relationship between personality and health, particularly heart disease. Meanwhile, Cattell's factor analytic approach and development of the 16 personality factor model offered a scientifically grounded framework for understanding traits. Together, their work highlights the diverse ways in which personality can be conceptualized, whether through behavioral patterns or measurable traits, and underscores the importance of integrating both biological and psychological perspectives in the study of human behavior. Thank you for hearing my presentation.